ഞങ്ങൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിൻ്റെ മുന്നിലൂടെ നടക്കുമ്പോൾ കണ്ട ഒരത്ഭുത കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. ന്യൂയോർക്ക് സിറ്റി സബ്വേ ലോകത്തിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ പൊതുഗതാഗത ശൃംഖലകളിലൊന്ന്. ഈ സബ്വേയുടെ ബ്രോഡ് സ്ട്രീറ്റ് സ്റ്റേഷൻ്റെ പടിവാതിൽക്കലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ പടവുകൾ താഴേക്കിറങ്ങിയാൽ സബ്വേയിലൂടെ പോകുന്ന JZ എന്നീ ട്രെയിനുകളിൽ നമുക്കും കയറാം. നോക്കൂ, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടം ഉൾപ്പെടെ അമ്പരചുംബികളായ അനേകം കെട്ടിടങ്ങൾക്കും റോഡിനും അടിയിലൂടെ പോകുന്ന ഈ സബ്വേക്ക് മൊത്തം 1000 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. നമുക്ക് ഈ സബ്വേയുടെ വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ ഈ സബ്വേയിലേക്ക് ഇറങ്ങി വന്ന പടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ദിവസേന ലക്ഷക്കണക്കിന് ആളുകൾ ജോലിക്കും പഠനത്തിനും വിനോദയാത്രകൾക്കുമായി ഈ സബ്വേ ഉപയോഗിക്കുന്നു. നമ്മുടെ കൊച്ചി മെട്രോ സ്റ്റേഷനോട് സാമ്യമുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. യാത്രക്കാർക്ക് പ്രധാനമായും ഒമ്നി എന്ന ടാപ്പ് ടു പേ സംവിധാനമോ മെട്രോ കാർഡോ ഉപയോഗിച്ച് യാത്ര ചെയ്യാം. ബാങ്ക് കാർഡ്, മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് എന്നിവ ഉപയോഗിച്ച് ഗേറ്റിൽ ടാപ്പ് ചെയ്താൽ അകത്തേക്ക് പ്രവേശിക്കാം. ന്യൂയോർക്ക് നഗരത്തിലെ 5 ബറോകളിൽ 4 എണ്ണമായ മാൻഹാട്ടൻ, ബ്രൂക്ലിൻ, ക്വീൻസ്, ദ ബ്രോങ്സ് എന്നിവയെ സബ്വേ ബന്ധിപ്പിക്കുന്നു. സ്റ്റാറ്റൻ ഐലൻഡിൽ മാത്രമാണ് സബ്വേ ഇല്ലാത്തത്. അവിടെ പ്രത്യേക റെയിൽ സേവനമാണ് ഉള്ളത്. 470-ലധികം സ്റ്റേഷനുകൾ, വർഷത്തിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സർവീസ്. എല്ലാ സ്റ്റേഷനുകളിലും നിർത്തുന്ന ലോക്കൽ സർവീസ്, പ്രധാന സ്റ്റേഷനുകളിൽ മാത്രം നിർത്തുന്ന എക്സ്പ്രസ് സർവീസ്. മിക്ക സ്റ്റേഷനുകളിലും വീൽ ചെയറും ലിഫ്റ്റും ലഭ്യമാണ്. ന്യൂയോർക്ക് സബ്വേ ഒരു ഗതാഗത മാർഗം മാത്രമല്ല, നഗര സംസ്കാരത്തിൻ്റെ ഭാഗവുമാണ്. നിരവധി ഹോളിവുഡ് സിനിമകളും TV സീരീസുകളും സംഗീത വീഡിയോകളും സബ്വേയെ പശ്ചാത്തലമാക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. സ്റ്റേഷനുകളിൽ സംഗീതജ്ഞരുടെ ലൈവ് പ്രകടനങ്ങളും പതിവായി കാണാം. ന്യൂയോർക്കിലെത്തുന്ന ഒരാൾക്ക് നഗരത്തിൻ്റെ യഥാർത്ഥ ജീവിതതാളം അനുഭവിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് ന്യൂയോർക്ക് സബ്വേയിൽ ഒരു യാത്ര എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ന്യൂയോർക്കിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.